നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് വളർപ്പിറ പഞ്ചമി 29-ാം തീയതി ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. ഗരുഡ പഞ്ചമിയും നാഗപഞ്ചമിയും ഒന്നിച്ചു വരുന്ന ദിവസം. 28-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് വരാഹിയമ്മനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു മഹാവഴിപാടാണ്. നമ്മുടെ കയ്യില് പൈസ എത്തിച്ചേരാനും എത്തിയ പൈസ തങ്ങി നിൽക്കാനും ഉള്ള ഒരു വഴിപാട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പരിഹാരത്തിന് വന്നിട്ട് ആവശ്യമുള്ള പൊരുൾകൾ എന്താണെന്ന് നോക്കിയാല്, നിങ്ങൾ വീട്ടിൽ വച്ചിരിക്കുമില്ലേ പട്ട, സ്പൈസസിലുള്ള പട്ട, ഈ ബിരിയാണിയൊക്കെ വയ്ക്കുന്നതിന് യൂസ് ചെയ്യൂല്ലേ പട്ട, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ടായിരിക്കും പട്ട. അതാണ് ഫസ്റ്റ് പൊരുള്. അതിന്റെ കൂടെ ചേർക്കേണ്ട ബാക്കി പൊരുളുകൾ എന്താ വെച്ചാല് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നോർമലി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരേ ഒരു പട്ട മതി. ഈ പട്ട വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് നോക്കിയാല്, ഇത് വന്നിട്ട് ഏതെല്ലാം മുറയിൽ യൂസ് ചെയ്ത് പണം നമ്മൾ കയ്യിൽ തങ്ങി നിൽക്കണ മാതിരി ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരിടത്തിൽ നിന്ന് പണം വരാനുണ്ടെങ്കിൽ അത് വന്നു, പക്ഷെ അത് നാല് വഴിക്ക് പോയി, അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ കയ്യിൽ വന്ന പണം എങ്ങനെ അത് കൈകളിൽ തങ്ങി നിൽക്കാം, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നിറയെ പേർക്ക് വന്നിട്ട് പൈസ അധികം ചെലവാകുന്നു. ഇപ്പോ പേഴ്സിൽ വന്നിട്ട് പണം തങ്ങി നിൽക്കുന്നതേ ഇല്ല. പണം കൈകളിൽ നിന്ന് വെളിയിലോട്ട് ഒഴുകി പോകുന്നത് പോലെ പോകുന്നു, പക്ഷെ തിരിച്ചിങ്ങോട്ടൊന്നും വരുന്നതേ ഇല്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ പരിഹാരം നിങ്ങൾ ചെയ്താല് നിങ്ങൾ വെളിയിൽ കൊടുത്തിരിക്കുന്ന പണവും നിങ്ങൾക്ക് റിട്ടേൺ വരും. പണച്ചേർക്കൽ എന്നത് അധികമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ഇത് വന്നിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഇടത്തിൽ നമുക്ക് ചെയ്തു വയ്ക്കാം, നമ്മുടെ പേഴ്സിൽ ചെയ്തു വയ്ക്കാം, നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തു വയ്ക്കാം. എവിടെയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇത് വന്ന് വച്ചിരിക്കാവുന്നതാണ്. ഇത് ചെയ്തു വെക്കുന്നതിലൂടെ നമ്മളുടെ പക്കത്ത് എപ്പോഴും പണം ഇരിക്കുന്നതിനുള്ള ഒരു വഴി തെളിക്കും. നിറയെ കാര്യങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്, എന്നാല് അതെല്ലാം വന്നിട്ട് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ടൈമിൽ ചെയ്യുന്നതാണ് ഇന്നുമേ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തരുന്നത്. ഏതെല്ലാം വിഷയങ്ങള് എന്തെല്ലാം നേരത്തിൽ ചെയ്താല് അത് വന്നിട്ട് ഇന്നുമേ നമുക്ക് പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആവുന്നു എന്ന വിഷയങ്ങളും കുറച്ച് ഇരിക്കുന്നുണ്ട്. സോ ഈ പരിഹാരം വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ദിവസം എന്താ വെച്ചാല് ബെസ്റ്റ് ഓപ്ഷൻ എന്ന ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. സോ ഇന്ന് വെള്ളിയാഴ്ച ഏത് നേരത്തിൽ ചെയ്യണമെന്ന് ചോദിച്ചാല് 2 സമയം ഇതിനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആഫ്റ്റർനൂൺ നിങ്ങൾക്കിത് ചെയ്യാം. അതായത് 1:15-നും 2 PM-നും ഇടയ്ക്ക് വരുന്ന ഒരു നേരം, ആ നേരത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഈ നേരത്തിൽ ചെയ്യാൻ പറ്റുന്നവര് അപ്പോ ചെയ്തോളുക. എന്നാല് ആ നേരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ രാത്രി 8:15-നും 9 PM-നും ഇടയ്ക്കുള്ള സമയത്തിന് ചെയ്തോളുക. ഈ സമയത്തിന് വന്നിട്ട് ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് ഒത്തിരി പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആവും. പിന്നെ ഇനി ഇത് വീട്ടിൽ വെച്ച് എങ്ങനെ ചെയ്യുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് മെത്തേഡ് എന്താ വെച്ചാല്, നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ഷുഗർ ഡപ്പ എല്ലാം വച്ചിരിക്കുമില്ലേ, ആ ഷുഗർ ഡപ്പയിലേക്ക് നിങ്ങൾ ഈ പൊരുൾ പോട്ടി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പരിഹാരം ചെയ്യാനായിട്ട് വന്നിട്ട് കണ്ണാടിയിലെ, അതായത് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം. ഒരു ഒട്ടുമുക്കാൽ പേരുടെ വീട്ടിലും ഗ്ലാസ് ബോട്ടിലായിരിക്കാം പഞ്ചസാര വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് വന്നിട്ട് കണ്ണാടി ബോട്ടിലിൽ വെച്ചിട്ട്
ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പവർഫുൾ ആയിട്ട് ഇത് വർക്കൗട്ട് ആവും. ശരിയാ? അതിനാലെയാണ് ഇത് പറയുന്നത്. കാരണം ഗ്ലാസ് എന്നാല് ഏത് കാണിക്കുന്നോ ആ വിഷയത്തെ തിരിച്ച് റിയാക്ഷൻ ആയിട്ട് കാണിക്കും നമുക്ക്. സോ നമ്മള് ഏത് നോക്കുന്നുവോ മുന്നേ എന്താണ് കാണിക്കുന്നുവോ അത് തിരിച്ച് നമുക്ക് മുന്നേ വീണ്ടും വീണ്ടും കാണിക്കും. സോ ഈ കണ്ണാടിക്ക് മുന്നേ ഈ പണത്തെ നമ്മള് കാണിക്കുമ്പോൾ പണം പല മടങ്ങ് വന്ന് തിരിച്ച് പെരുകി വരും. മനസ്സിലാവുന്നുണ്ടോ? അതിനാല് കണ്ണാടി ബോട്ടിലിൽ വന്നിട്ട് നിങ്ങളിത് വെച്ചോളുക. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കണ്ണാടി ബോട്ടിലിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ആ പഞ്ചസാര ഡപ്പയ്ക്കുള്ളില് പട്ടയും ഇട്ട് അതിനകത്തേക്ക് ഒരു കോയിനും കൂടെ ഇട്ട് വെച്ചോളുക. നിങ്ങൾ കോയിനോ നിങ്ങൾക്ക് പറ്റുന്ന ക്യാഷോ ഇട്ട് വയ്ക്കാവുന്നതാണ്. 10 രൂപയോ 20 രൂപയോ അല്ല 1 രൂപ കോയിനോ 5 രൂപയോ ഏതോ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുവോ അത് നിങ്ങൾ കാശ് വന്നിട്ട് ഇതിലേക്ക് ഈ ഡപ്പയ്ക്കുള്ളിൽ ഇട്ട് വച്ചോളുക. ഞാൻ ഈ ഡെമോ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫേസ്റ്റില് ഡപ്പ എടുത്ത് വെക്കുക, അതിൽ പഞ്ചസാര ഇടുക, എന്നിട്ട് ഈ പട്ടയും ഈ കോയിനും, ഞാനിപ്പോ കോയിനാണ് വെച്ചിരിക്കുന്നത്, ഇതും വെച്ചിട്ട് വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അമ്മേ, എൻ്റെ കയ്യിലിരിക്കുന്ന പണം അനാവശ്യമായി ചെലവായി പോകരുത്. എനിക്ക് വെളിയിൽ നിന്ന് വരാനുള്ള പണം വന്നു ചേരണമേ, എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണമേ എന്ന് അമ്മയോട് അപേക്ഷിച്ചതിന് ശേഷം ഇതിലിട്ട് അടച്ചു വെച്ചോളുക. ഈ മെത്തേഡ് വന്നിട്ട് നോർമലി ഒട്ടുമുക്കാൽ ആൾക്കാരും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പുതുതായി കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി കണ്ണാടി ബോട്ടിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് പ്ലാസ്റ്റിക് ബോട്ടിലും എടുത്തോളുക, കുഴപ്പമില്ല. ബട്ട് കണ്ണാടി ബോട്ടിലാണെങ്കിൽ നല്ല പവർഫുൾ ആയിട്ട് അത് വർക്കൗട്ട് ആകും. സോ പറ്റുമെങ്കിൽ നിങ്ങളത് വാങ്ങി ചെയ്തോളുക, ഇല്ലാച്ചാല് ഇരിക്കുന്നതിലേ ചെയ്തോളുക. ഇത് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന മുറ. ഇപ്പൊ നിങ്ങൾ പേഴ്സിൽ വയ്ക്കണം, ജോലി ചെയ്യുന്ന ഇടത്തില് അങ്ങനെയൊക്കെ മീൻ ചെയ്താല് എവിടെയെല്ലാം നിങ്ങൾക്ക് മണി ഫ്ലോ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് പണം അധികരിക്കണം. എപ്പോഴും മണി ഓവർഫ്ലോ ആയിട്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ഇടത്തിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്പോ പേഴ്സിലും വയ്ക്കണം, ഓഫീസില് പെട്ടിയിലും വയ്ക്കണം. ഏതെല്ലാം ഇടത്തിൽ നിങ്ങൾക്ക് വയ്ക്കണമോ അവിടെയെല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്തോളുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെച്ചാല് നമുക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് അങ്ങ് കയ്യിൽ എടുത്തോളുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു 100 രൂപയാണ് വച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ, അത് 5 രൂപയായാലും ശരി, 10 രൂപയായാലും ശരി, 100 രൂപയായാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോട്ട് എടുത്തോളുക. എന്നിട്ട് ഒരു പട്ട കാണുന്നുണ്ടല്ലോ, വേറൊന്ന് നിങ്ങൾ എത്ര ഇടത്തിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവിടെ എല്ലാം വയ്ക്കാനായിട്ട് പട്ടയും എടുക്കുക, ഈ രൂപയും എടുത്തോളുക. കൂടെ ഒരു മഞ്ഞ കളർ നൂലും കൂടെ എടുത്തോളുക. ഇപ്പൊ മഞ്ഞ കളർ നൂലില്ലാച്ചാല് വെള്ള നൂലില് മഞ്ഞ തടവി എടുത്താലും മതി, അതൊന്നും ഒരു വിഷയമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെച്ചാല് പട്ടയെ വന്നിട്ട് കാശിനുള്ളിൽ വെച്ച് ചുരുട്ടി ഈ മഞ്ഞ നൂല് കൊണ്ട് കെട്ടണം. ഈ 100 രൂപയ്ക്കകത്ത് ഞാൻ പട്ടയെ വെച്ച് ചുരുട്ടി നൂല് കൊണ്ട് കെട്ടണം. ഇത് പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ വരാഹിയമ്മന്റെ മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അമ്മേ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഒരു അനാവശ്യ ചെലവിനും പോകാതെ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ അത് തങ്ങി നിൽക്കണമേ, എനിക്ക് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടണമേ. ഇതെല്ലാം അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം ഇത് ചെയ്തോളുക. ഇതിങ്ങനെ കെട്ടിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ മണി പേഴ്സ് ഇല്ലയോ, മണി പേഴ്സിനകത്ത് ഇത് വെക്കുക. ഇപ്പോ ഷർട്ടിലാണെങ്കിൽ ഷർട്ടിന്റെ പോക്കറ്റിലും വെക്കാവുന്നതാണ്. എവിടെയെല്ലാം നിങ്ങൾക്ക് മണി ഫ്ലോ വരുന്നെന്ന് തോന്നുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്ത് വച്ചോളുക. ഓർക്കുക, ഓരോ ഇടത്തിലും നിങ്ങൾക്ക് തനിയാ തന്നെ നിങ്ങൾ കെട്ടിവെക്കണം. ഇതാണ് മെത്തേഡ്. ഒത്തിരി സിമ്പിളായിട്ട് എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്, ബട്ട് ഒത്തിരി പവർഫുൾ. സോ ഇത് നിങ്ങൾ മറക്കാതെ ഈ ടൈമിങ്സിൽ തന്നെ ചെയ്തോളുക. ഒന്നുകിൽ രാത്രി, ഇല്ലെങ്കിൽ മധ്യാഹ്നം ചെയ്യുക.
ഈ ടൈമിൽ നിങ്ങൾ ചെയ്ത് വയ്ക്കുന്നത് പണം വീണ്ടും വീണ്ടും വരുന്നതിനുള്ള ഒരു വായ്പ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇത് നല്ല കാര്യത്തിന് ചെലവാകുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് പാഴ്ചെലവിന് പോകത്തില്ല. 50 മടങ്ങ് നമുക്ക് തിരിച്ചിതിന് വരികയും ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ 50 മടങ്ങ് പൈസ തിരിച്ചു വരും. സോ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ വെള്ളിയാഴ്ച ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊടുക്കും. ഇന്നേക്ക് മിസ് ചെയ്താലും നിങ്ങൾ നെക്സ്റ്റ് ഫ്രൈഡേ ഇത് ചെയ്തോളുക. ഇതിന്റെ ടൈമിങ്സ് ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചോളുക. മധ്യാഹ്നം 1:15-നും 2-നും ഇടയ്ക്കും, അത് പറ്റാത്തവർക്ക് നൈറ്റ് 8:15-നും 9 PM-നും ഉള്ളിൽ ചെയ്ത് വച്ചോളുക. നോക്കിയാലേ അറിയാം പട്ടയെ പണത്തിന്റെ ഉള്ളിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമല്ലോ. സോ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എപ്പോൾ ഇത് മാറ്റണമെന്നാൽ, വേറെ ചേഞ്ചസ് എന്തെങ്കിലും ഇതിൽ ചെയ്യണോ എന്നെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇത് വച്ചിട്ട് എന്ത് ചെയ്യണമെന്നാല് എല്ലാ ആഴ്ച വെള്ളിയാഴ്ചയും പുതിയത് മാറ്റുക. അത് എന്താ, പട്ടയാണ് മാറ്റേണ്ടിയത്, പൈസയല്ല. പട്ട നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഈ വെജ് ഭക്ഷണം ഇല്ലയോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എടുക്കുന്ന പട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഈ പറയുന്ന സമയത്തിന് തന്നെ മാറ്റിക്കൊള്ളുക. അപ്പോൾ മാത്രമേ ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവുകയുള്ളൂ. നന്നായിട്ട് ഓർത്ത് വെച്ചോളുക. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ്സ് ടൈം എന്നോ അല്ല നോൺ വെജ് കഴിച്ചെന്നോ ഒന്നും ഒരു പ്രോബ്ലവും ഇല്ല. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇത് നിങ്ങൾക്ക് ഇരിക്കുന്ന ഇടത്തിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പേഴ്സ് എടുത്ത് നോക്കിയാൽ കാണും ഇത് അങ്ങനെ ഒരു രീതിക്ക് വയ്ക്കാൻ പാടില്ല. നല്ലതായിട്ട് മടക്കി ഉള്ളിലേക്ക് വച്ചോളുക. മറ്റുള്ളവരുടെ കൈയെ ഇതിൽ തൊടാൻ പാടില്ല. ആരും ടച്ച് ചെയ്യാത്ത ഇടത്തിലോട്ട് വച്ചോളുക. അതുപോലെ ഇത് നിങ്ങൾ വച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ ഇപ്പൊ പൈസയ്ക്ക് ആവശ്യമെന്ന് അവർ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ ഈ പൈസ മാത്രം നിങ്ങൾ എടുത്ത് കൊടുക്കരുത്. അതങ്ങനെ, അത് തെറ്റാണ്, അത് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിയൂലേ, അപ്പോൾ ആ സമയത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ ആരെന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. ഒരു ചില പൊരുളുകൾ അതൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മഹാലക്ഷ്മി വെളിയിൽ പോകുമെന്ന് പഴമക്കാർ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. അത് അനുഭവമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ചിലർ വന്നിട്ട് പർപ്പസ്ഫുള്ളി നമ്മളോട് എന്ത് ചോദിക്കും, നമുക്കൊരു ധർമ്മസങ്കടത്തിലാക്കണ മാതിരി നമ്മളോട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് ചോദിക്കും. ആ സമയത്തിന് കൊടുക്കാൻ പാടില്ലാത്തത്, ദാറ്റ് മീൻസ് സൂചി, കടുക്, പിന്നെ തൈര്, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവരോട് നിങ്ങൾ മയത്തിൽ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് വിടുക. കൊടുക്കാനേ നിൽക്കരുത്. വിളക്ക് വെച്ചതിന് ശേഷം ഇമാതിരി വിഷയങ്ങൾ ചെയ്യാനേ പാടില്ല. അതുപോലെ തന്നെ കടുക്, സൂചി, തൈര്, മോര് ഇതെല്ലാം നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം റെഗുലറായിട്ട് വെളിയിൽ ആർക്കെങ്കിലും കൊടുത്താൽ നമ്മൾക്കിട്ടിരിക്കുന്ന പൊരുള് എല്ലാമേ നമ്മളെ വിട്ട് വെളിയിൽ പോകും. സോ ഇതെല്ലാം അറിയില്ലാച്ചാല് ഫോളോ ചെയ്തോളുക. അതുപോലെ ഇന്നൊരു വിഷയം വേറൊന്ന് എന്താച്ചാല്, എണ്ണയില്ലേ, വെളിച്ചെണ്ണ, അങ്ങനെ ഓരോ എണ്ണയും ഇല്ലേ, കുക്കിംഗ് ഓയില്, അതൊന്നും അത് ഇതുപോലെ ആഫ്റ്റർ 6 PM നിങ്ങൾ കൊടുക്കരുത്. മാത്രമല്ല കടയിൽ പോകുമ്പോൾ ഇപ്പോൾ പാൽ കവറും എണ്ണയും ഒക്കെ ഒന്നായിട്ട് വാങ്ങുമല്ലേ, അങ്ങനെ വാങ്ങാനും പാടില്ല. സോ ഇതെല്ലാം ആർക്കൊക്കെ അറിയാം, ആരൊക്കെ വിശ്വസിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇത് നിങ്ങൾ ഫോളോ ചെയ്തോളുക. പഴമക്കാർ പറയുന്നത് എണ്ണയും പാലും ഒന്നും ഒന്നിച്ച് വാങ്ങാനേ പാടില്ല. അത് പണത്തിന് നമ്മുടെ കൈകളിൽ നിന്ന് തങ്ങി നിൽക്കുന്നത് മാറ്റി നമ്മുടെ കയ്യിൽ ഇരട്ടി ചെലവുണ്ടാക്കുമെന്നാണ്. വിശ്വാസമുള്ളവർ ഫോളോ ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.